ചേനത്തണ്ടും പയറും വെച്ച് നമുക്കൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. ചേനത്തണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചേനത്തണ്ട്. പണ്ട് കാലത്ത് വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കാരണവന്മാര് പിറ്റേ ദിവസം കഴിച്ചിരുന്ന ഒരു ഭക്ഷണമായിരുന്നു ചേനത്തണ്ടിന്റെ തോരൻ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളെയും പുറന്തള്ളാൻ ചേനത്തണ്ടിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദഹനത്തിനും കുടലിന്റെ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അത്യുത്തമമാണ് ചേനത്തണ്ട്. സന്ധിവാതം പോലുള്ള രോഗങ്ങൾക്കും ശരീരത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിനും ചേനത്തണ്ടിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പൊ നമുക്ക് ചേനത്തണ്ട് വെച്ച് ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ചേനത്തണ്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ സ്കിൻ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി മൂപ്പായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏത് തരം ഇലകളും കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ 2-3 മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇലക്കറികൾക്ക് ടേസ്റ്റ് കൂടുന്നതിന് സഹായിക്കും. മാത്രമല്ല അടി പിടിക്കാതിരിക്കുന്നതിനും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ചേമ്പിന്റെ തണ്ട് വാടി ഏകദേശം വേവായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. എൻജോയ് ചെയ്യാം.